നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്ര. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വ്യാഴമാറ്റത്തെ കൊണ്ടാണ്. അപ്പോൾ ഈ വ്യാഴമാറ്റം നമുക്കെല്ലാവർക്കും അറിയാം. ഈ വരുന്ന മെയ് മാസം 14 തീയതി മുതൽ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലോട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം ജന്മവ്യാഴമായിരുന്നു. ആ ഫലങ്ങളിലൊന്ന് നമ്മൾ ഓട്ടിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം ജന്മത്തിലായിരുന്നല്ലോ. ധനനഷ്ടം, ബുദ്ധിക്ഷയം, സ്ഥാനഭ്രംശം, കലഹങ്ങൾ തുടങ്ങിയ അനവധി പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമായിട്ട് നമുക്ക് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു വർഷം കടന്നുപോയത്. അപ്പോൾ ധനനഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏത് വിധമാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ ചെലവുകൾ അധികരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഓർണമെൻറ്റ്സ് ആയാലും കടബാധ്യതകളായാലും ഒക്കെ ഓർണമെൻറ്റ്സൊക്കെ പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ നടത്തിയതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ബാധ്യതകൾ വരുന്ന അല്ലെങ്കിൽ ലോണ് പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രമിക്കുകയും ലോണ് കിട്ടുകയും അതിൻ്റെ EMI ഒക്കെ അടച്ച് അല്ലെങ്കിൽ ഇനി എത്ര കാലം അടയ്ക്കണം എന്നൊക്കെ ഉള്ള ചിന്തയിൽ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മുടെ ബുദ്ധി മരവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് തെളിഞ്ഞൊരു ബുദ്ധി കിട്ടാതിരിക്കുക, നമ്മൾ പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിച്ച് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ പുനർചിന്തനകൾ ചെയ്യുന്ന വിഷയങ്ങളിലോട്ട് വരിക. അത് കാശ് കൊണ്ടായാലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായാലും ഒക്കെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ പല വിഷയങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടായതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ സ്ഥാനഭ്രംശം ഉണ്ടാകുന്ന വിഷയങ്ങൾ, താമസിക്കുന്ന വീടായാലും ജോലി സ്ഥലമായാലും അവിടെ നമുക്ക് ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന തരത്തിൽ വിഷയങ്ങൾ വരുന്നൊരു കാലഘട്ടമായിരുന്നു. നമ്മളെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന, മാനസികമാവാം അല്ലെങ്കിൽ സാമ്പത്തിക രീതിയിലാവാം, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശത്രു ഉണ്ടാവുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിനോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ മാറ്റുന്നതിനോ വേണ്ടി നമുക്ക് മനസ്സിന് തൃപ്തിയല്ലാത്ത പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാനോ അതിന് ചെയ്യാനോ ഒക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമായിട്ടും കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ പറഞ്ഞ പോലെ നമ്മളെ വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നിന്നും 2 കുടുംബസ്ഥാനത്തിലോട്ട് ഈ വ്യാഴം മാറുന്നത് രോഹിണി നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരുവാനുള്ള പുതിയ വഴികൾ അല്ലെങ്കിൽ പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരികയും അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. വരാഹ മിഹിരാചാര്യർ ഭ്രമരവിലസിതം എന്ന വൃത്തത്തിൽ 2 വ്യാഴം വന്നു കഴിഞ്ഞാലുള്ള ഫലങ്ങളെ വളരെ വിശദീകരിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു കാലമാണ് ഇനി വരുന്നത്. കഴിഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങളും അല്ലെങ്കിൽ അകൽച്ചകളും ഒക്കെ മാറി കുടുംബത്തിൽ സന്തോഷങ്ങൾ വരാനും മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടോ നല്ല കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടും കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ കുറച്ച് ഊഷ്മളമാവാനും നേരത്തെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ മാറി കുടുംബ ഐക്യം ഉണ്ടാവാനൊക്കെ യോഗമുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഈ 2 വ്യാഴം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ധനം ലഭിക്കാനും കടബാധ്യതകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ 2 വ്യാഴം നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം എത്ര ശ്രമിച്ചിട്ടും വിവാഹങ്ങളൊന്നും ശരിയാവാത്തവർക്ക് ഈ ഒരു വർഷം വിവാഹത്തിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും കുടുംബത്തിലെ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീടിനാഗ്രഹിക്കുന്നവരെ വീട് പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ പഴയൊരു വീട് വാങ്ങാനൊക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. വീടിൻ്റെ പണി ഇടയ്ക്ക് വെച്ച് നിർത്തിയവരൊക്കെ അത് ഒന്നും കൂടെയൊക്കെ ഉഷാറാക്കി വീട് പൂർത്തീകരിച്ച് പാലുകാച്ചി കയറാനുള്ള
ഒരു സാധ്യതയും കാണുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വാഹനം, ഇപ്പോൾ പുതിയ വാഹനം എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ്. പഴയ വാഹനം മാറ്റി കുറച്ചുകൂടെ നല്ല വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിചാരിച്ചാൽ ഇത് പുതിയ വാഹനം അല്ലെങ്കിൽ നല്ല വാഹനമൊക്കെ കുറച്ചുകൂടെ കൂടിയ വാഹനമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ്. അതിനുള്ള സാമ്പത്തിക വഴികളൊക്കെ വന്നു ചേരുവാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഇറങ്ങിത്തിരിക്കാൻ പറ്റും എന്ന് ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം ഉള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബദേവത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ അമ്മ വഴിക്കായാലും അച്ഛൻ വഴിക്കായാലും കുടുംബദേവത പ്രീതി വരുത്തുന്നത് ഈ സമയത്ത് ഗുണങ്ങൾ പെട്ടെന്ന് നമുക്ക് ലഭിക്കാനും ഈ നല്ല ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ കുടുംബദേവത പ്രീതി സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്ണുവിനെയും കൃഷ്ണനെയൊക്കെ ഭജിക്കുന്നത് ഈ സമയത്ത് നല്ല ഫലങ്ങൾ കിട്ടുവാൻ സഹായിക്കുന്നു. തുളസിമാല, നെയ്വിളക്ക്, പിന്നെ പാൽപ്പായസം പോലുള്ള വിളക്ക് മാല നിവേദ്യമൊക്കെ നൽകി ഈശ്വരപ്രീതി വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വർഷം നമുക്ക് എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഗുണങ്ങൾ ഈ സമയത്തുണ്ടാവും. എടുത്തു പറയത്തക്ക ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കേൾക്കുന്നവർ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ നമ്മൾ പറഞ്ഞ അനുഭവങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ട് അത് കമൻ്റായിട്ട് പറയുക. പിന്നെ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ പറഞ്ഞ പോലെ അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ജാതക പരിശോധന കൂടെ വേണം. അപ്പോൾ നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഈ പറഞ്ഞ ഗുണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ജാതകപ്രകാരം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗങ്ങളിലൂടെ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.